ഇതും ഇഷ്ടപ്പെടുന്ന ആരും കാലം എത്ര കഴിഞ്ഞാലും മറക്കാത്തൊരു വ്യക്തിയാണ് മുഹമ്മദ് റാഫി. മൺമറഞ്ഞ 40 വർഷങ്ങൾക്ക് ഇപ്പുറവും ജനഹൃദയത്തിൽ മങ്ങലേൽക്കാതെ നിറഞ്ഞു നിൽക്കുന്ന മഹാപ്രതിഭയ്ക്ക് ഇന്ന് 100ാം ജന്മവാർഷികം. ബോളിവുഡിലെ പ്രശസ്ത പിന്നണി ഗായകനായിരുന്നു മുഹമ്മദ് റാഫി. ഭാവഗാനങ്ങൾ, ക്ലാസിക്കൽ, ഗസൽ, തട്ടുപൊളിപ്പൻ അങ്ങനെ എല്ലാ സംഗീതാസ്വാദകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിയിരുന്ന ഗായകൻ. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലൂടെ മാത്രം അദ്ദേഹം രാജ്യമെമ്പാടും നേടിയ പ്രശസ്തി മറ്റൊരു പാട്ടുകാരനും ലഭിച്ചിട്ടില്ല. എന്നിട്ടും രാജ്യം കണ്ട ഏറ്റവും മികച്ച പിന്നണി ഗായകന് ലഭിച്ചത് ഒരേയൊരു ദേശീയ അവാർഡ് മാത്രം. 1924 ഡിസംബർ 24 അമൃത്സറിലെ കോട്ട്ല സുൽത്താൻ സിംഗ് ഗ്രാമത്തിലായിരുന്നു മുഹമ്മദ് റാഫി ജനിച്ചത്. പിന്നെ കുടുംബത്തോടെ ലാഹോറിലേക്ക് മാറി. റഫിയുടെ മൂത്ത സഹോദരി ഭർത്താവാണ് അദ്ദേഹത്തിന് സംഗീതത്തിലുള്ള വാസന കണ്ടെത്തിയത്. 1949 റിലീസ് ചെയ്ത ജുഗ്നു എന്ന ചിത്രത്തിലെ യഹാം ബദല എന്ന ഗാനത്തോടെയാണ് റഫി സംഗീതരംഗത്ത് വേരുറപ്പിക്കുന്നത്. 1952 റിലീസായ ബൈജു ബാബ്രയിലൂടെ ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ടു. ചിത്രത്തിലെ ഓ ദുനിയാ കെ രഖ്വാലെ, തൂ ഗംഗാ കി മോജ്, മൻ തർപത് ഹരി ദർശൻ, ഇൻസാൻ ബാനോ തുടങ്ങിയ ഗാനങ്ങൾ ആസ്വാദകർ ഏറ്റെടുത്തു. 40 വർഷത്തോളം കാലം ബോളിവുഡിൽ പ്രമുഖനായി നിറഞ്ഞു നിന്ന ഇദ്ദേഹം നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചു. ഈ കാലയളവിൽ 14 ഇന്ത്യൻ ഭാഷയിലും 4 വിദേശ ഭാഷയിലും ഉൾപ്പെടെ ഏകദേശം 26,000ഓളം പാട്ടുകൾ പാടി. 1967 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. തളിരിട്ടക്കിനാക്കൾ എന്ന ചിത്രത്തിലെ ഒരു ഹിന്ദി ഗാനം മാത്രമാണ് കേരളത്തിനായി അദ്ദേഹം നൽകിയതെങ്കിലും കേരളത്തിൽ അദ്ദേഹത്തിന് ആരാധകർ ഏറെയാണ്. 1980 ജൂലൈ 30 ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം.